يا أيها الذين آمنوا لا تحلوا شعائر الله ولا الشهر الحرام ولا الهدي ولا القلائد ولا آمين البيت الحرام يبتغون فضلا من ربهم ورضوانا وإذا حللتم فاصطادوا ولا يجرمنكم شنآن قوم أن صدوكم عن المسجد الحرام أن تعتدوا وتعاونوا على البر والتقوى ولا تعاونوا على الإثم والعدوان واتقوا الله إن الله شديد العقاب. അല്ലയോ സത്യവിശ്വാസികളായവരെ, അല്ലാഹുവിന്റെ ചിഹ്നങ്ങളെ അനാദരിക്കരുത്. പവിത്രമായ മാസങ്ങളിലൊന്നിനെയും അനാദരിക്കാൻ പാടില്ല. ബലിമൃഗങ്ങളെ ദ്രോഹിക്കാതിരിക്കുക. അല്ലാഹുവിനുള്ള വഴിപാടിന്റെ അടയാളമായി കഴുത്തിൽ പട്ടയിട്ട മൃഗങ്ങളെയും ഉപദ്രവിക്കാതിരിക്കുക. അല്ലാഹുവിന്റെ അനുഗ്രഹവും പ്രീതിയും തേടി പുണ്യഗേഹമായ കഅബയിലേക്ക് സഞ്ചരിക്കുന്നവരെ ശല്യപ്പെടുത്താതിരിക്കുക. എന്നാൽ ഇഹ്റാമിന്റെ നാളുകൾ അവസാനിച്ചാൽ നിങ്ങൾക്ക് വേട്ടയിലേർപ്പെടാവുന്നതാകുന്നു. നിങ്ങളെ മസ്ജിദുൽ ഹറാമിലേക്ക് വഴിമുടക്കിയ ജനത്തോടുള്ള രോഷം അവർക്കെതിരെ അതിക്രമം പ്രവർത്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കാവതല്ല. നന്മയുടേതും ദൈവഭക്തിയുടേതുമായ കാര്യങ്ങളിലൊക്കെയും നിങ്ങൾ എല്ലാവരോടും സഹകരിക്കേണ്ടതാകുന്നു. പാപകരവും അതിക്രമപരവുമായ കാര്യങ്ങളിൽ ആരോടും സഹകരിക്കാവതുമല്ല. അല്ലാഹുവിനെ ഭയപ്പെടുവിൻ, അവന്റെ ശിക്ഷ അതികഠിനമാകുന്നു. ഒരു മതത്തെയോ സ്ഥാപനത്തെയോ വിശ്വാസത്തെയോ ചിന്താകർമ്മ രീതിയെയോ ജീവിത വ്യവസ്ഥയെയോ പ്രതിനിധാനം ചെയ്യുന്ന എല്ലാ വസ്തുക്കൾക്കും ഷിആർ എന്ന് പറയുന്നു. അടയാളം അല്ലെങ്കിൽ ചിഹ്നം എന്നാണ് അതിനർത്ഥം. ദേശീയ പതാക, പട്ടാളത്തിന്റെയും പോലീസിന്റെയും മറ്റും യൂണിഫോം, നാണയം, കറൻസി, സ്റ്റാമ്പ് ഇവയെല്ലാം സർക്കാർ ചിഹ്നങ്ങളാകുന്നു. പ്രജകളോടും തങ്ങൾക്ക് സ്വാധീനമുള്ള എല്ലാവരോടും അവയെ മാനിക്കാൻ ഗവൺമെന്റ് ആവശ്യപ്പെടുന്നു. ചർച്ച്, യാഗപീഠം, കുരിശ് മുതലായത് ക്രൈസ്തവ ചിഹ്നങ്ങളാണ്. പൂണൂൽ, കുടുമ, ക്ഷേത്രം തുടങ്ങിയവ ബ്രാഹ്മണ ചിഹ്നങ്ങളും കൃപാണം, കേശം, ഇരുമ്പുവള മുതലായവ സിഖു ചിഹ്നങ്ങളുമാണ്. ചെങ്കൊടിയാണ് കമ്മ്യൂണിസ്റ്റ് ചിഹ്നം. സ്വസ്തിക ആര്യവംശീയതയുടെ ചിഹ്നമാണ്. പ്രസ്തുത വിഭാഗങ്ങളെല്ലാം അതതിന്റെ ചിഹ്നങ്ങളെ ആദരിക്കാൻ അനുയായികളോട് ആവശ്യപ്പെടുന്നു. ഒരു സ്ഥാപനത്തിന്റെ ചിഹ്നത്തെ അനാദരിക്കുന്നവനെ ആ സ്ഥാപനം ശത്രുവായി പരിഗണിക്കുന്നതാണ്. അങ്ങനെ അനാദരിക്കുന്നവൻ ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ടവനാണെങ്കിൽ അത് ആ സ്ഥാപനത്തോടുള്ള ധിക്കാരവും വഞ്ചനയും ദ്രോഹവുമായി കണക്കാക്കപ്പെടുന്നു. അല്ലാഹുവിന്റെ അടയാളങ്ങൾ എന്നതിന്റെ ഉദ്ദേശ്യം ഷിർക്കിനും കുഫറിനും നിരീശ്വരത്വത്തിനും എതിരിൽ ഏകദൈവ വിശ്വാസത്തെ പ്രതിനിധാനം ചെയ്യുന്ന അടയാളങ്ങളാകുന്നു. ഈ അടയാളങ്ങൾ എവിടെ ഏത് മതക്കാരിൽ കണ്ടാലും ബഹുമാനിക്കാൻ മുസ്ലിങ്ങൾ നിർബന്ധിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഒരു നിബന്ധനയുണ്ട്. അവയുടെ മനഃശാസ്ത്രപരമായ പശ്ചാത്തലം ഏകദൈവാധിഷ്ഠിതമായിരിക്കണം. ബഹുദൈവത്വപരമോ ദൈവനിഷേധാത്മകമോ ആയ സങ്കല്പങ്ങൾ കൊണ്ട് മലീമസമാകരുത്. അമുസ്ലിമാണെങ്കിലും ഒരാളുടെ വിശ്വാസത്തിലോ പ്രവൃത്തിയിലോ ഏകദൈവ അടിമത്തത്തിന്റെ വല്ല അംശവുമുണ്ടെങ്കിൽ ആ അംശത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങൾ അവനോട് യോജിക്കുന്നതാണ്. അയാളുടെ മതത്തിൽ ഏകദൈവ വിശ്വാസത്തിൻ്റെതായി കാണപ്പെടുന്ന ഏത് ചിഹ്നത്തെയും പൂർണ്ണമായും ആദരിക്കുകയും ചെയ്യും. ഇക്കാര്യത്തിൽ അയാളോട് നമുക്ക് വിയോജിപ്പില്ല. അയാൾ ദൈവത്തിന്റെ അടിമത്തം കൈക്കൊള്ളുന്നതിലല്ല, ദൈവത്തിനുള്ള അടിമത്തത്തിൽ മറ്റടിമത്തങ്ങൾ കലർത്തുന്നതിൽ മാത്രമാണ് നമുക്കെതിർപ്പ്. മുസ്ലിങ്ങളും അറേബ്യയിലെ മുശ്രിക്കുകളും തമ്മിൽ സംഘർഷം നടക്കുന്ന കാലത്താണ് ദൈവിക ചിഹ്നങ്ങളെ ആദരിക്കാനുള്ള ഈ ആജ്ഞ വന്നിട്ടുള്ളതെന്നത് ശ്രദ്ധേയമാണ്. അമുസ്ലിങ്ങളുടെ കയ്യിലായിരുന്നു കഅബയും പരിസരവും. അറേബ്യയുടെ നാനാഭാഗത്തു നിന്നും മുശ്രിക്ക് ഗോത്രങ്ങൾ ഹജ്ജിനും കഅബ സന്ദർശനത്തിനും വേണ്ടി മക്കയിലേക്ക് പോയിക്കൊണ്ടിരുന്നു. മുസ്ലിം അധീന പ്രദേശങ്ങളുടെ സമീപത്തൂടെയാണ് ഒട്ടേറെ അമുസ്ലിം ഗോത്രങ്ങൾക്ക് മക്കയിലേക്ക് പോവേണ്ടിയിരുന്നത്. അതിനാൽ മുസ്ലിങ്ങൾ ഇങ്ങനെ ആജ്ഞാപിക്കപ്പെട്ടു: മുശ്രിക്കുകളാണെങ്കിലും അവരുമായി യുദ്ധം നടക്കുന്നുണ്ടെങ്കിലും ദൈവമന്ദിരത്തിലേക്കുള്ള അവരുടെ തീർത്ഥാടനം തടയരുത്.
അവരെ ഉപദ്രവിക്കരുത്. ഹജ്ജിന്റെ മാസങ്ങളിൽ അവരോട് യുദ്ധം ചെയ്യരുത്. അള്ളാഹുവിന്റെ മന്ദിരത്തിങ്കൽ ബലി കഴിക്കാനായി അവർ കൊണ്ടുപോകുന്ന മൃഗങ്ങളെ അനാദരിക്കരുത്. എന്തുകൊണ്ടെന്നാൽ അവർ സ്വീകരിച്ച തെറ്റായ മതത്തിൽ ഏകദൈവ വിശ്വാസത്തിന്റേതായ വല്ല അംശവും അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ ആ അംശം ആദരിക്കപ്പെടേണ്ടതാകുന്നു. ദൈവചിഹ്നങ്ങളെ ആദരിക്കാനുള്ള പൊതുശാസനയ്ക്ക് ശേഷം ഷഹ്റുൽ ഹറാം, ഹദീയ്, ഖലായിദ് എന്നിങ്ങനെ ചില പ്രത്യേക ചിഹ്നങ്ങളെ എടുത്തു പറഞ്ഞിരിക്കുന്നു. യുദ്ധസന്ദർഭമായതുകൊണ്ട് സമരാവേശത്താൽ ആവേശഭരിതരായി മുസ്ലിങ്ങൾ അവയെ അനാദരിച്ചു പോവാതിരിക്കാൻ വേണ്ടിയാണിത്. ഈ പേരെടുത്തു പറഞ്ഞവ മാത്രമാണ് ദൈവചിഹ്നങ്ങളെന്നോ അവയെ മാത്രമേ ആദരിക്കേണ്ടതുള്ളൂവെന്നോ ഇതിനർത്ഥമില്ല. നേരത്തെ പറഞ്ഞ ഇഹ്റാം വേഷവും ദൈവിക ചിഹ്നങ്ങളിലൊന്നാണ്. അതിന്റെ ഉപാധികളൊന്നും ലംഘിക്കപ്പെടാനോ അനാദരിക്കപ്പെടാനോ പാടില്ല. ദൈവചിഹ്നങ്ങളെപ്പറ്റി പറയുന്ന കൂട്ടത്തിൽ ഇഹ്റാമിനെയും എടുത്തു പറഞ്ഞതിന്റെ രഹസ്യമിതത്രേ. ഇഹ്റാം ചെയ്താൽ വേട്ട നിഷിദ്ധമാണ്. മതദൃഷ്ട്യാ ഇഹ്റാമിന്റെ നിശ്ചിത പരിധി അവസാനിക്കുന്നതിന് മുമ്പ് വല്ലവരും വേട്ടയാടുകയാണെങ്കിൽ ദൈവചിഹ്നത്തെ അപമാനിച്ച കുറ്റവാളിയാകും. എന്നാൽ നിശ്ചിത പരിധി കഴിഞ്ഞാൽ വേട്ട അനുവദനീയമാണ്. സൂക്തത്തിലെ വലാ യജ്രിമന്നക്കും എന്നു തുടങ്ങുന്ന ഖണ്ഡം മക്ക മുശ്രിക്കുകൾ മുസ്ലിങ്ങൾക്ക് കഅബ സന്ദർശനത്തെ തടഞ്ഞ സന്ദർഭത്തെ സൂചിപ്പിക്കുന്നു. അറബികളുടെ പഴയ പാരമ്പര്യമനുസരിച്ച് ശത്രുമിത്രഭേദമന്യേ ഏവരെയും കഅബ സന്ദർശനത്തിന് അനുവദിക്കേണ്ടതായിരുന്നു. പക്ഷേ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ആ കീഴ്വഴക്കം ലംഘിക്കുകയായിരുന്നു. അതിനുള്ള പ്രതികാരമായി തങ്ങളുടെ സ്വാധീന മേഖലകളിലൂടെ കടന്നുപോകുന്ന ശത്രുഗോത്രങ്ങളുടെ തീർത്ഥാടക സംഘങ്ങളെ വഴിതടഞ്ഞ് കൊള്ളയടിക്കണമെന്ന് മുസ്ലിങ്ങൾക്കും തോന്നാതിരുന്നില്ല. എന്നാൽ ഈ ആയത്ത് അവതരിപ്പിച്ചുകൊണ്ട് ആ നീക്കത്തിൽ നിന്ന് അള്ളാഹു അവരെ തടയുകയായിരുന്നു. യാ അയ്യുഹല്ലദീന